CSEBയുടെ ഫുൾ സിലബസ് കവറിംഗ് വീഡിയോ സീരീസിന്റെ ബാങ്കിങ്ങിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിരുന്നത് സിസ്റ്റംസ് ഓഫ് ബാങ്കിങ് ഇൻ ദ വേൾഡ് എന്നുള്ള ആ ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ നമ്മൾ ബാങ്കിങ്ങിന്റെ ബേസിൽ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് ഫസ്റ്റ് ബാങ്ക് ഇൻ കേരളയായിരുന്നു. നമുക്കൊരു ബാക്കി ഒരു 4-5 ബേസിക് പോയിന്റും കൂടെ പറഞ്ഞിട്ട് നമുക്ക് സിസ്റ്റംസ് ഓഫ് ബാങ്കിങ് ഇൻ ദ വേൾഡ് എന്നുള്ളത് തുടങ്ങാം. ഒരു 4-5 പോയിന്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് നിങ്ങൾക്ക് CSEBക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ പറയുന്ന 5-6 പോയിന്റുകളായിട്ട് പറയുന്നത്. ക്രാഡിൽ ഓഫ് ഇന്ത്യൻ ബാങ്കിങ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ഏതാണ്? ക്രാഡിൽ ഓഫ് ഇന്ത്യൻ ബാങ്കിങ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ഏതാണ്? കർണാടകത്തിലെ സൗത്ത് കാനറ അല്ലെങ്കിൽ ദക്ഷിണ കന്നഡ എന്ന് പറയുന്ന ജില്ലയാണ്. എവിടുത്തെയാ? കർണാടകത്തിലെ സൗത്ത് കാനറ അല്ലെങ്കിൽ ദക്ഷിണ കന്നഡ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്, ഡിസ്ട്രിക്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് ഇന്ത്യൻ ബാങ്കിങ്ങിന്റെ ക്രാഡിൽ എന്ന് പറയുന്നത്. ക്രാഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? കളിത്തൊട്ടിൽ എന്ന് പറയും, അല്ലയോ? അപ്പൊ ഓക്കെ, അപ്പൊ ഇന്ത്യൻ ബാങ്കിങ്ങിന്റെ ക്രാഡില് സൗത്ത് കാനറ അല്ലെങ്കിൽ ദക്ഷിണ കന്നഡ ഇൻ എവിടുത്തെയാ? കർണാടക. ബേസിക് പോയിന്റിൽ ഒന്ന് അതാണ്, പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോയിന്റ് ഒന്ന് അതാണ്. രണ്ടാമത്തത് ഓൾഡസ്റ്റ് ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക് ഇൻ ഇന്ത്യ. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയിരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്, ഇന്ത്യയിലെ ആദ്യത്തെ മോഡേൺ ബാങ്ക്, കേരളത്തിലെ ആദ്യത്തെ ബാങ്ക്, ഇതായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. ഇനി നമുക്ക് പറയുന്നതിലെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, അതായത് ഏതാന്നാ പറഞ്ഞ ഓൾഡസ്റ്റ് ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക് ഇൻ ഇന്ത്യ. ഏത് ബാങ്കാണ്? അലഹബാദ് ബാങ്ക് ആണ്. ഏതാണ്? അലഹബാദ് ബാങ്ക്. അതിന്റെ വർഷം 1865. 1865 ഓൾഡസ്റ്റ് ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലഹബാദ് ബാങ്ക് 1865. അടുത്ത നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഏത്? ഫസ്റ്റ് ബാങ്ക് മാനേജ്ഡ് ബൈ ഇന്ത്യൻസ്. ഇന്ത്യക്കാര് മാനേജ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ബാങ്ക്. കാരണം ഇന്ത്യക്കാര് മാനേജ് ചെയ്യാന്ന് പറയുമ്പം 1800 കാലഘട്ടങ്ങളിലാണ് നമ്മൾ ഈ ഫസ്റ്റ് ബാങ്കുകളെല്ലാം പറയുന്നത്. അപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ത്യ ബ്രിട്ടീഷ് കോളനി ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത്? ഇന്ത്യക്കാർ മാനേജ് ചെയ്ത ആദ്യത്തെ ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ അവധ് കൊമേഴ്സ്യൽ ബാങ്ക്. ഏതാണ്? അവധ് കൊമേഴ്സ്യൽ ബാങ്ക്. അപ്പൊ ഫസ്റ്റ് ബാങ്ക് മാനേജ്ഡ് ബൈ ഇന്ത്യൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അവധ് കൊമേഴ്സ്യൽ ബാങ്ക്. 1881 വർഷം എന്നാണ്? 1881. ഈ 1800 കാലഘട്ടങ്ങളിലാണ് നമ്മളെ ബാങ്കിന്റെ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് അതിന് പ്രാധാന്യം. ഇന്ത്യക്കാർ മാനേജ് ചെയ്ത ബാങ്ക് ഏതാണെന്നുള്ളതിന്റെ പ്രാധാന്യം അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ബാങ്ക് മാനേജ്ഡ് ബൈ ഇന്ത്യൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അവധ് കൊമേഴ്സ്യൽ ബാങ്ക്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഫസ്റ്റ് ബാങ്ക് പ്യുവർലി ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ഇന്ത്യൻസ്. പ്യുവർലി ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ. നേരത്തെ നമ്മൾ പറഞ്ഞതിനകത്ത് ഓൺലി മാനേജ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ മാനേജ്മെന്റ് മാത്രമായിരുന്നു ഇന്ത്യക്കാരുടെ കയ്യിലുണ്ടായിരുന്നത്. എന്നാൽ ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യക്കാര് ഓൺ ചെയ്തിട്ടുള്ളത്, സ്വന്തം ഇന്ത്യയുടെ ഓണർഷിപ്പിലുള്ള ആദ്യത്തെ ബാങ്ക് ഏതാണെന്നുള്ളതാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് പറയേണ്ടത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1911 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, അപ്പം ഫുള്ളി അല്ലെങ്കിൽ ഹോളി ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ഇന്ത്യൻസ് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 1911 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഈ ബാങ്കിനെയാണ് നമ്മൾ ഫസ്റ്റ് ട്രൂലി സ്വദേശി ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. ഏതാണ്? ഫസ്റ്റ് ട്രൂലി സ്വദേശി ബാങ്ക് എന്ന് വെച്ചാൽ ഇന്ത്യ പൂർണ്ണമായി ഇന്ത്യയുടെ ഉടമസ്ഥതയില് ഇന്ത്യക്കാര് തന്നെ മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ബാങ്കിനെ അറിയപ്പെടുന്നത് സ്വദേശി ബാങ്ക് എന്ന. ഏത് ബാങ്കിനെ? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബാങ്കിനെ. അത് 1911 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആ ബാങ്കിനെ അറിയപ്പെടുന്നത് സ്വദേശി ബാങ്ക് എന്ന. അപ്പൊ ഫസ്റ്റ് ട്രൂലി സ്വദേശി ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് വെച്ചാൽ ഏതാ? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അത് 1911 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതാണ്? ഇന്ത്യക്കാര് മാനേജ് ചെയ്യുന്ന ബാങ്ക്. അതായത് ആ ബാങ്കിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് അവധ് കൊമേഴ്സ്യൽ ബാങ്ക്.
ഇന്ത്യക്കാർ മാനേജ് ചെയ്യുന്ന ബാങ്ക്, മാനേജ്മെന്റ് മാത്രം ഇന്ത്യയുടെ കയ്യിലുള്ള ബാങ്കാണ് നമ്മൾ പറഞ്ഞത് ഔദ് കൊമേഴ്സ്യൽ ബാങ്ക്. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്, ലിമിറ്റഡ് ലൈബിലിറ്റി ഉള്ള ബാങ്ക് ആയിരുന്നു അത്. ലിമിറ്റഡ് ലൈബിലിറ്റി ഉള്ള ബാങ്ക് വിച്ച് ഈസ് മാനേജ്ഡ് ബൈ ഇന്ത്യൻസ് എന്നായിരുന്നു ആ ബാങ്കിന്റെ പ്രത്യേകത. പിന്നെ നമ്മൾ പറഞ്ഞത് ഹോളി ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ഇന്ത്യൻസ് ആണ് ഏത് ബാങ്ക് എന്ന് പറയുന്നത്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫസ്റ്റ് ബാങ്ക് വിച്ച് ഈസ് ഫുള്ളി മാനേജ്ഡ് ബൈ ഇന്ത്യൻസ് അല്ലെങ്കിൽ പ്യുവർലി മാനേജ്ഡ് ബൈ ഇന്ത്യൻസ്. പ്യുവർലി മാനേജ്ഡ് ബൈ ഇന്ത്യൻ ബോർഡ്, ഇന്ത്യക്കാര് മാത്രമായി അംഗങ്ങളുള്ള ഒരു ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഉണ്ടായിരുന്ന ബാങ്ക് ഏതാണെന്ന്, പഞ്ചാബ് നാഷണൽ ബാങ്ക്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യത്തതിൽ പറയുന്നത് ആദ്യത്തെ ബാങ്ക് ആ ബോർഡിൽ ഇന്ത്യൻസ് കൂടി ഉണ്ടായിരുന്നു, ആ ബോർഡിൽ ഇന്ത്യൻസ് കൂടി ഉണ്ടായിരുന്നു, ഇന്ത്യൻസും കൂടെ മാനേജ് ചെയ്ത ബാങ്ക് ചോദിക്കുമ്പോൾ ഔദ് കൊമേഴ്സ്യൽ ബാങ്ക്. രണ്ടാമത് ഇന്ത്യക്കാര് ഓൺ ചെയ്ത് അതുപോലെ തന്നെ ഫുള്ളി അവരുടെ ഓണർഷിപ്പും അവരുടെ മാനേജ്മെന്റുമാണ്, ആരുടെ, ഇന്ത്യൻസിന്റെ, അത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതാണ് അതിനെ സ്വദേശി ബാങ്ക് എന്ന് പറയുന്നത്. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഈ ബാങ്കിന്റെ ബോർഡില് ഫുൾ ഇന്ത്യൻസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫസ്റ്റ് ബാങ്ക് ഇൻ വിച്ച് ദ ബോർഡ് കൺസിസ്റ്റ് ഫുള്ളി ഇന്ത്യൻസ്, സച്ച് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്. ആ വർഷം, അത് വർഷം എന്നാണ്, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ വർഷം 1894 1894. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? നമ്മൾ ബാങ്കിങ്ങിന്റെ ബേസിക് പോയിന്റുകളിൽ പറഞ്ഞു വന്നിരുന്നത് ഫസ്റ്റ് ഇൻ വേൾഡ്, ഫസ്റ്റ് ഇൻ ഇന്ത്യ, ഫസ്റ്റ് ഇൻ കേരള, അതുപോലെ തന്നെ ഓൾഡസ്റ്റ് ബാങ്ക്, അതുപോലെ തന്നെ ഇന്ത്യക്കാര് ബോർഡ് അംഗങ്ങളായിട്ടുള്ളത്, ഇന്ത്യക്കാര് ബോർഡ് അംഗങ്ങളായിട്ടുള്ള ബാങ്കാണ് ഔദ് കൊമേഴ്സ്യൽ ബാങ്ക്. എന്നാൽ ഇന്ത്യക്കാര് മാത്രം മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ബോർഡിൽ വന്നിട്ടുള്ള മാനേജ്മെന്റിൽ വന്നിട്ടുള്ളതാണ് ഏത്, പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയുടെ ഓണർഷിപ്പിലുള്ള ബാങ്കാണ്, ഇന്ത്യയുടെ ഓണർഷിപ്പും ഇന്ത്യക്കാര് തന്നെ മാനേജ് ചെയ്യുന്ന ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് സ്വദേശി ബാങ്ക് എന്നറിയപ്പെടുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഇത്രയും പറഞ്ഞു വന്നത് കൊണ്ട് തന്നെ നമുക്കിനി ഏതും കൂടെ പറയാം, ഫസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്കും കൂടെ അങ്ങ് പറയാം. നമ്മൾ നേരത്തെ എല്ലാം ഫസ്റ്റുകൾ പറഞ്ഞു വന്നിരിക്കുന്നത് കൊണ്ട് ബേസിക് പോയിന്റിൽ നമുക്ക് അതും കൂടെ അങ്ങ് ചേർത്ത് പഠിക്കാം. അപ്പൊ ഫസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക് ഇൻ ഇന്ത്യ ഏതാണെന്ന്. റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത്. നമുക്കൊരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് റീജിയണൽ റൂറൽ ബാങ്ക് പഠിക്കാനുണ്ട്. അത് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇതിനകത്ത് ഇടുന്നതായിരിക്കും. എങ്കിലും നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുക, ഫസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക് ഇന്ത്യയിലെ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, പ്രഥമ ഗ്രാമീൺ ബാങ്ക്. ഏതാണ്, ആദ്യത്തത് എന്നുള്ള അർത്ഥം തന്നെ വരുന്നയാ, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാ. ആദ്യത്തത് എന്നുള്ളതിന്റെ അർത്ഥം തന്നെയാണ് പ്രഥമ ഗ്രാമീൺ ബാങ്ക് ഇൻ മൊറാദാബാദ്, യു പിയിലെ മൊറാദാബാദിലെ പ്രഥമ ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കാണ് ആദ്യത്തെ ഗ്രാമീൺ ബാങ്ക് അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്ക്. നിങ്ങൾക്കറിയാലോ, റീജിയണൽ റൂറൽ ബാങ്കിന്റെ മറ്റൊരു പേര് തന്നെയാണ് ഏതെന്ന് പറയുന്നത്, ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ വന്നിരിക്കുന്നതെന്ന് പറയുമ്പം റൂറൽ ഏരിയാസില് അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമെങ്കിലും ജസ്റ്റ് ഞാനൊന്ന് പറയുകയാണ്. റൂറൽ ഏരിയാസില് അല്ലെങ്കിൽ അൺബാങ്ക്ഡ് ഏരിയകളില് വളരെ ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ഏരിയാസ് ഏതുണ്ടോ അവിടെ എവിടേക്കാണോ ബാങ്കിങ് ആക്ടിവിറ്റി ചെല്ലാത്തത് അവിടെയൊക്കെ ബാങ്കിങ് ആക്ടിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ് ഏത് കൊണ്ടുവന്നത്, റീജിയണൽ റൂറൽ ബാങ്ക് കൊണ്ടുവന്നത്, അല്ലയോ? റീജിയണൽ റൂറൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ഏരിയാസിനെ അവിടെയൊക്കെ എക്കോണമിക് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി ബാങ്കിങ്ങിന്റെ സേവനങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് റീജിയണൽ റൂറൽ ബാങ്ക് അല്ലെങ്കിൽ ഗ്രാമീൺ ബാങ്കുകൾ കൊണ്ടുവന്നത്. നിങ്ങൾക്കറിയാം, അതായത് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഏത് വന്നത്, ഗ്രാമീൺ ബാങ്ക് വന്നത്, അല്ലയോ? ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ആ ബാങ്ക് വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ, ഈ പ്രഥമ ഗ്രാമീൺ ബാങ്ക് വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1975 1975 അതുപോലെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സമയത്ത്. ഈ റീജിയണൽ റൂറൽ ബാങ്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 1976 അതിന്റെ ആക്ട് വരികയും എന്നാൽ ബാങ്ക് അതിന് മുമ്പ് വരികയും ചെയ്തു. സാധാരണ ഏതൊരു സ്ഥാപനവും ആദ്യം ആക്ട് പാസ്സാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ സ്ഥാപനം വരുന്നത്. എന്നാൽ റീജിയണൽ റൂറൽ ബാങ്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യമേ ബാങ്ക് വരികയും പിന്നീടാണ് അതിന്റെ നിയമം പാസ്സാക്കുകയും ചെയ്തത്. 1976
റീജിയണൽ റൂറൽ ബാങ്കിന്റെ ആക്ട് വരികയും 75 ആ പ്രഥമ ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അത് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു. അതിന്റെ ഒരു പ്രത്യേകത തന്നെ എടുത്തെടുത്ത് പറയുന്നതിന്റെ കാരണം ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന 20 ദിന പ്രോഗ്രാം എന്ന് പറയും, 20 പോയിന്റ് പ്രോഗ്രാം എന്ന് പറയും. 20 ദിന പ്രോഗ്രാം എന്ന് പറയുന്ന ആ 20 പ്രോഗ്രാമുകളിലെ ഒരു പ്രോഗ്രാം ആയിരുന്നു ഏതെന്ന് പറയുന്നത്, ഈ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ എല്ലാം വിഷയം 20 പ്രോഗ്രാമുകളും ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നതെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ പോവർട്ടി അലീവേഷന് വേണ്ടിയായിരുന്നു ഏത് കൊണ്ടുവന്നത്? ഇന്ദിരാഗാന്ധി 20 പോയിന്റ് പ്രോഗ്രാം കൊണ്ടുവന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അൺബാങ്ക്ഡ് ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ട്രൈബൽ ഏരിയ, അവിടെയൊക്കെ ബാങ്കിങ് ആക്ടിവിറ്റി ചെല്ലാത്ത സ്ഥലങ്ങളിൽ അത് എത്തിക്കാൻ വേണ്ടി കൂടിയാണ് ഗ്രാമീൺ ബാങ്കുകൾ എന്ത് ചെയ്തത്? എസ്റ്റാബ്ലിഷ് ചെയ്തത്. അങ്ങനെ 1975 ഏത് വന്നത്? ഈ ഗ്രാമീൺ ബാങ്ക്, പ്രഥമ ഗ്രാമീൺ ബാങ്ക് വന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഗ്രാമീൺ ബാങ്കിനെ പറ്റി ഒരു ചെറിയ ഐഡിയ കിട്ടിയോ? പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മൾ ഇടുന്ന ഈ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലോ നിങ്ങൾ ഇതിനകത്തുള്ള കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. അപ്പൊ അത് ഞങ്ങൾക്കും കൂടെ പ്രയോജനം ചെയ്യും. നിങ്ങൾ ഞങ്ങളെ തിരുത്തുവാണെങ്കിൽ നമുക്കത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും ഞങ്ങൾക്ക് അതൊരു മോട്ടിവേഷൻ ആവുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പറയാനുള്ള, അപ്പൊ ഈ റീജിയണൽ റൂറൽ ബാങ്ക് നമ്മൾ ഇന്ത്യയിലെയാണല്ലോ പറഞ്ഞു വന്നത്. അപ്പൊ ഇന്ത്യയിലെ പറയുമ്പോൾ നമുക്ക് റീജിയണൽ റൂറൽ ബാങ്ക് കേരളത്തിലെയും കൂടെ അങ്ങ് പറയാം. എന്താ കേരളത്തിലെ റീജിയണൽ റൂറൽ ബാങ്ക്? ഫസ്റ്റ് ഗ്രാമീൺ ബാങ്ക് ഇൻ കേരള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്ക് തന്നെയാണ്. ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്ക് ആണ് ഫസ്റ്റ് ഗ്രാമീൺ ബാങ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക് ഇൻ കേരള എന്ന് പറയുന്നത്. ഓക്കെ, ആ കേരള ഗ്രാമീൺ ബാങ്ക് എങ്ങനെ ഉണ്ടായത്? സൗത്ത് മലബാർ റീജിയൻ ബാങ്കും അതുപോലെ നോർത്ത് മലബാർ റീജിയൻ ബാങ്കും കൂടെ കമ്പൈൻ ചെയ്താണ് അല്ലെങ്കിൽ മെർജ് ചെയ്തുകൊണ്ടാണ് കേരള ഗ്രാമീൺ ബാങ്ക് ഉണ്ടായത്. ഏതൊക്കെയാ? സൗത്ത് മലബാർ റീജിയണൽ റൂറൽ ബാങ്കും നോർത്ത് മലബാർ റീജിയൻ ബാങ്കും കൂടെ എന്ത് ചെയ്തുകൊണ്ട്? മെർജ് ചെയ്തുകൊണ്ടാണ് ഏത് ബാങ്ക് ഉണ്ടായത്? കേരള ഗ്രാമീൺ ബാങ്ക് ഉണ്ടായത്. നിങ്ങളുടെ CSEB-യുടെ എക്സാമിന്റെ സിലബസ് അനുസരിച്ച് ആദ്യം അതിന്റെ ബാങ്കിങ്ങിന്റെ ബേസ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് അടുത്ത ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ടോപ്പിക് ആയിട്ട് തുടങ്ങാനുള്ളത് സിസ്റ്റംസ് ഓഫ് ബാങ്കിങ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നതാണ്. പക്ഷെ അവർ സിലബസിൽ ആ പേരല്ല പറഞ്ഞിരിക്കുന്നത്. അവർ ഓരോന്നും എന്താണെന്ന് അങ്ങ് ചോദിച്ചിരിക്കുകയാണ്. അതായത് യൂണിറ്റ് ബാങ്കിങ്ങിനെ പറ്റി, ബ്രാഞ്ച് ബാങ്കിങ്ങിനെ പറ്റി, അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്കുകളെ പറ്റി ഇങ്ങനെ അവരങ്ങ് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് ടോപ്പിക്ക് പഠിക്കേണ്ടത്. ഫസ്റ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് പഠിപ്പിക്കേണ്ടത് അതായത് സിസ്റ്റംസ് ഓഫ് ബാങ്ക്സ് ഇൻ ദ വേൾഡ് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഈ സിസ്റ്റംസ് ഓഫ് ബാങ്ക് ഇൻ ദ വേൾഡ് അതിനകത്ത് വരും നിങ്ങളുടെ CSEB സിലബസിലെ ആദ്യത്തെ മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന കൊമേഴ്സ്യൽ ബാങ്കുകളെ പറ്റിയുള്ളത്, അല്ലെങ്കിൽ യൂണിറ്റ് ബാങ്കിനെ പറ്റിയുള്ളത്, ബ്രാഞ്ച് ബാങ്കിങ് എന്താണെന്നുള്ളത്, നാരോ ബാങ്കിങ് എന്താണെന്നുള്ളത്, ഇതെല്ലാം നമ്മൾ ഈ സിസ്റ്റംസ് ഓഫ് ബാങ്ക്സ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിലൂടെ നമ്മൾ കവർ ചെയ്യും. ഈ CSEB-ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ നിങ്ങൾക്കറിയാലോ, PSC വിളിച്ചിരിക്കുന്ന ഖാദി ബോർഡിന്റെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നതും അതുപോലെ തന്നെ KS കാർഡ് ബാങ്ക് എന്ന് പറയുന്നത്, അതായത് കേരള സ്റ്റേറ്റ് കാർഡ് ബാങ്ക് എന്ന് പറയുന്ന കാർഡ് ബാങ്ക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കും നിങ്ങൾ മിക്കവാറും ഉള്ളവർ അയച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന് അയച്ചിട്ടുള്ളവർക്ക് കൂടി നമ്മൾ ഈ എടുക്കുന്ന ക്ലാസ്സുകൾ പ്രയോജനം ഉണ്ടാകുന്നതാണ്. കാരണം അതിന്റെ സിലബസ്, അതായത് കാർഡ് ബാങ്കിന്റെയും ഖാദി ബോർഡിന്റെയും സിലബസ്, ഖാദി ബോർഡ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെയും സിലബസുകൾ നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടാവുമല്ലോ. അത് ഏകദേശം നേരത്തെ കേരള ബാങ്കിനും ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിനും വന്നിരുന്ന അതേ സിലബസ് തന്നെയാണ് അതിനും ഉള്ളത്. ആ സിലബസുകളെല്ലാം തന്നെ നമ്മുടെ CSEB-ക്കും കൂടെ വേണ്ടുന്നതാണ്. നിങ്ങൾക്കറിയാലോ, ഈ കാർഡ് ബാങ്കിന്റെയും അതുപോലെ തന്നെ ഖാദി ബോർഡ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെയും സിലബസുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇതിൽ കമന്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി. നമ്മൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഈ കാർഡ് ബാങ്കിന്റെ പറഞ്ഞിരിക്കുന്ന സിലബസുകൾ ഉണ്ടല്ലോ, അതായത് നിങ്ങൾ ആ സിലബസ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അതും CSEB-യുടെ സിലബസും ഏകദേശം എല്ലാം എന്നുവെച്ചാൽ ഫുള്ള് ബാങ്കിങ് കവറിങ് ആണ് ഇത് രണ്ടിലും എല്ലാം. അതായത് കാർഡ് ബാങ്കിന്റെ ആണെങ്കിലും CSEB-യുടെ എക്സാമിന്റെ ആണെങ്കിലും ബാങ്കിങ് സിലബസ് എന്ന് പറയുന്നത് ഏകദേശം ബാങ്കിങ് ഫുള്ള് കവർ ചെയ്തുകൊണ്ടുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് ചാപ്റ്ററുകൾ ഒന്നും തന്നെ എന്ത് ചെയ്യാനില്ല,
ഒഴിവാക്കാനില്ല. പിന്നെ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ, അതായത് ലൈബിലിറ്റീസ് ഓഫ് എ ഡ്രോയർ അല്ലെങ്കിൽ ലൈബിലിറ്റീസ് ഓഫ് ഡ്രോയി, ഇങ്ങനെയൊക്കെ പറയുന്ന ഒന്നോ രണ്ടോ ടോപ്പിക്കുകൾ, ടോപ്പിക് മീൻസ് ഒരു മൊഡ്യൂളിനകത്ത് വരുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് CSEBക്ക് ഇല്ല. അതെല്ലാം ഏതിനും കൂടെ വേണമെന്നുള്ളത് കാർഡ് ബാങ്കിന്റെ സിലബസിനകത്തും കൂടെ പഠിക്കണമെന്നുള്ളത്. അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഏതാണ്? കൊമേഴ്സ്യൽ ബാങ്ക്, അതിന്റെ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ അല്ലെങ്കിൽ സിസ്റ്റംസ് ഓഫ് ബാങ്ക്സ് ഇൻ ദ വേൾഡ്, നമുക്ക് അതിലങ്ങ് തുടങ്ങാം. അതാണ് അതിൽ നിന്ന് തുടങ്ങി കൊമേഴ്സ്യൽ ബാങ്കുകൾ, അതിന്റെ ഫങ്ഷൻസ്, ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ഓർഡർ ഉണ്ട്. ബാങ്കിങ് പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ഓർഡറിൽ പഠിക്കാൻ ശ്രമിക്കുക. ആദ്യം ബാങ്കിങ്ങിന്റെ ബേസ് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് ഈ സിസ്റ്റംസ് ഓഫ് ബാങ്കിങ് ഇൻ ദ വേൾഡ് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ത്യയിലെ കൊമേഴ്സ്യൽ ബാങ്ക്സ് പഠിക്കുക. ആ ഇന്ത്യയുടെ കൊമേഴ്സ്യൽ ബാങ്ക്സ് പറയുമ്പോൾ അവരുടെ സ്ട്രക്ചർ പഠിക്കുക. ആ സ്ട്രക്ചറിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഷെഡ്യൂൾഡ് എന്ന് നോൺ ഷെഡ്യൂൾഡ്, നമ്മളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയും. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അപ്പൊ ആ കൊമേഴ്സ്യൽ ബാങ്ക്സും അതിന്റെ സ്ട്രക്ചറും പറഞ്ഞിട്ട് കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ഫങ്ഷൻസിലോട്ട് കിടക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് ഇനി പഠിക്കാനുള്ള നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സിസ്റ്റംസ് ഓഫ് ബാങ്കിങ് ഇൻ ദ വേൾഡ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ളത്. നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത് ഏകദേശം ബാങ്കിങ്ങിന്റെ ബേസുകളാണ്. അതായത് ബാങ്കിങ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തതിനെ പറ്റി, ബാങ്കിങ്ങിന്റെ മീനിങ് എന്താണെന്നുള്ളത്, അതിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത്, ഫസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ് ഏതാണെന്നുള്ളത്, ഇന്ത്യയിലെ ഫസ്റ്റ് ബാങ്ക് ഏതാണെന്നുള്ളത്, കേരളത്തിലെ ഫസ്റ്റ് ബാങ്ക് ഏതാണെന്നുള്ളത്, അതുപോലെ തന്നെ ജോയിന്റ് സ്റ്റോക്ക് ബാങ്ക് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളത്, ഇന്ത്യക്കാർ ബോർഡ് അംഗങ്ങളായിട്ടുള്ള ബാങ്ക് ഏതാണെന്നുള്ളത്, ഇന്ത്യ മാനേജ് ചെയ്ത ബാങ്ക് ഏതാണെന്നുള്ളത്, ഇന്ത്യയുടെ ഓണർഷിപ്പിലുള്ള ബാങ്ക് ഏതാണെന്നുള്ളത്, ഗ്രാമീൺ ബാങ്ക് ആദ്യത്തെ ഏതാണെന്നുള്ളത്, അതുപോലെ തന്നെ കേരളത്തിലെ ഗ്രാമീൺ ബാങ്ക് ഏതാണെന്നുള്ളത്. ഇങ്ങനെ നമ്മൾ ബേസിക് പോയിന്റുകളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത്. ഇനിയാണ് നമുക്ക് CSEBയുടെ ഫസ്റ്റ്, അതായത് ഈ ബേസിക് പോയിന്റ് ഈ CSEBയുടെ എക്സാമിന് ഇല്ലെന്നല്ല, അത് അറിഞ്ഞിട്ട് വേണം, അല്ലെങ്കിൽ അതുകൂടി പഠിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കിടക്കേണ്ടത്. അതായത് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കായി ഇനി നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് സിസ്റ്റംസ് ഓഫ് ബാങ്ക്സ് ഇൻ ദ വേൾഡ് എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.